മോർണിംഗ്. അപ്പോഴേ നമ്മളിന്ന് തൈര് സാദം ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. സത്യം പറഞ്ഞിട്ട് അറിയില്ല തൈര് സാദം എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. പക്ഷെ എനിക്കത് ഇവിടുന്ന് തൃശ്ശൂർ ഭാരത ഹോട്ടലിൽ നിന്ന് കഴിച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പം സത്യം പറഞ്ഞ തൈര് സാദത്തിലുള്ള ഒരു സാധനങ്ങളില്ല. ആകെ വെളിച്ചെണ്ണയും ഉള്ളി കടുക് ഇത്രയും സാധനമാണുള്ളത്. ഉണക്കമുളക് പോലും ഇല്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഞാൻ കടുകും ചോറ് ആദ്യം ആയിട്ടുണ്ട്, ഒന്ന് ഊറ്റണം. വെളിച്ചെണ്ണയിൽ ഉള്ളിയും കടുകും സാധനം ഇട്ടിട്ട് മുളക് ഇടാമെന്ന് വിചാരിച്ചു. ഇഞ്ചി 2 കഷ്ണം ഇഞ്ചി ഇടും ഞാൻ. വേവിച്ചിട്ട് ചോറിലേക്ക് തൈര് മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് അതിനകത്തേക്ക് ഈ സാധനം ആഡ് ചെയ്യാൻ നമ്മൾ ആ പയറും കൂടെ ഇടും മറ്റേ വെളിച്ചെണ്ണയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ഉള്ളി മുറിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഉള്ളി മുറിക്കണത് കാട്ടിയില്ല. അങ്ങനെയല്ല കേട്ടോ മുറിക്കേണ്ടത്. കൊത്തി അരിയില്ല, അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ ഞാനൊരു പകുതി. അപ്പോൾ അങ്ങനെ അബദ്ധം കാട്ടരുതാരും. നമ്മുടെ ചോറ് ഇനി നമുക്കതിലേക്ക് തൈര് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്കിനും ഉള്ളി ഒഴിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, സോറി. നമ്മളിതിലിടാൻ പോവാണേ. നമ്മൾ പയറിട്ടില്ല കേട്ടോ. എന്താണ് ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം. അങ്ങോട്ട് ഇട്ടു എടുത്ത് കളയാലോ. കുറച്ചുകൂടി തൈര് വേണം തോന്നുന്നു. ഉപ്പുണ്ട്. യെസ്. കൊള്ളാം, ഇഷ്ടമായി. ഓക്കെ, ബൈ. ഇത് നമ്മളെ പയർ കണ്ടോ, കുഴമ്പായിപ്പോയി. അങ്ങ് വിട്ട് നിന്നില്ല. തൊലിയും അതിൻ്റെ ഉള്ളിൽ പയറും കടലയും ക്യാരറ്റും ഇച്ചിരി എടുത്തിട്ടുള്ളൂ, കാരണം അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്.